ഇവരൊക്കെ ഞങ്ങളാണ് സാർ. നിങ്ങൾ ഞങ്ങൾ തന്നെ സാർ. എല്ലാരും അടിച്ചു കയറി വാ. നിങ്ങളെല്ലാവരും അഡ്വക്കേറ്റ് റസൽ ജോയുടെ വീഡിയോസും ഇതിനെപ്പറ്റിയുള്ള വിഷയങ്ങൾ കണ്ടു കാണും. അതിൽ അദ്ദേഹം കൃത്യമായി പ്രതിപാദിക്കുന്ന പോലെ തന്നെ ആ സ്ട്രെങ്തനിങ്ങിന് വേണ്ടി ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെ വിശ്വാസം തന്നെ ക്വസ്റ്റനബിൾ ആണ്. അങ്ങനെ ചെയ്യുന്ന വഴി എക്സിസ്റ്റിംഗ് ഡാമിന്റെ ഒരു ഇന്റഗ്രിറ്റി കോംപ്രമൈസ് ആവാൻ വരെ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷേ നമുക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു കാര്യം, ഈ ഡാമിന് ഇത്രയും 130 വർഷത്തെ പഴക്കമുണ്ട്. അതെ, 130 വർഷത്തോളം പഴക്കമുണ്ട്. അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഈ തമിഴ്നാട് ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ. അതായത് കമ്പി ഇറക്കുക, അതിനിടയിലേക്ക് കോൺക്രീറ്റ് ഇടുക. അപ്പൊ ഈ കമ്പി ഇറക്കി കോൺക്രീറ്റ് ഇടുക എന്ന് പറയുമ്പോൾ ഒരു പുതിയ ഡാം പോലെ ആയി എന്നാണ് ഈ തമിഴ്നാട് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്. പക്ഷെ ഒരിക്കലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു പുതിയ ഒരു ഡാമിന് സമാനമായ രീതിയിലുള്ള ഒരു സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയോ ഒന്നും ഒരിക്കലും സ്ട്രെങ്തനിങ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ആര് പറയുന്നത് ശരി എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഓരോരുത്തരും പറയുന്നത്. നമുക്കിപ്പോ ഇന്റർനാഷണലി നോക്കുവാണെങ്കിൽ ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ. അതെ, അതിനുവേണ്ടിയാണ് ഒരു ഡാം ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു ആയുസ് അത് ഉണ്ടാക്കിയ ആളുകൾ തന്നെ പറയുന്നത്. അല്ല അത് സ്ട്രെങ്തൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ ആയുസ് പറയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് അതെ, ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞ പോലെ 1000 വർഷം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയണമെങ്കിൽ ഇത് വല്ല സിനിമയായിരിക്കണം. ഇത് യഥാർത്ഥ ജീവിതമാണ്. 50 ലക്ഷം ആളുകളുടെ ജീവന് വിലയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഫീസിബിൾ അല്ല, അല്ലെങ്കിൽ അത് പ്രായോഗിക തലത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതെ, ഒരിക്കലും അടിത്തറ ശക്തമല്ലെങ്കിൽ ഒരു വീട് ശക്തമല്ല എന്ന് പറയുന്ന പോലെ തന്നെ. അതായത് അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ മുകളിലോട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുള്ളൂ. അടിത്തറ തന്നെ സുർക്കി ആയിട്ടുള്ള ഒരു ഡാം, ആ സുർക്കി മുഴുവൻ ഒലിച്ചു പോകാനുള്ള സമയമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്നിട്ടും അത് അതിന്റെ ഇടയിൽ കൂടെ കമ്പി ഇറക്കി കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് ശക്തമാകും എന്ന് അവകാശപ്പെടുന്നത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. ഈ ഇപ്പൊ തമിഴ്നാടിന്റെ കേസിലുള്ള വാദഗതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർക്ക് വെള്ളം വേണം, ആ ഒരു പർപ്പസിന് വേണ്ടി ഡാം ഉണ്ടാക്കിയത്. അറബിക്കടലിലേക്ക് ഒഴുകി അവരുടെ കൺസേൺ അതാണ്, അവർക്ക് വെള്ളം വേണം. പക്ഷെ അത് അവരുടെ ജീവിതമായിരിക്കാം. പക്ഷെ ഒരിക്കലും ജീവനേക്കാളും വലുതല്ല ജീവിതം. ജീവനാണ് ജീവിതത്തിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും 50 ലക്ഷം ആളുകളോളം ഇതിനെ ഡയറക്ട്ലി അഫക്റ്റഡ് ആവാൻ സാധ്യതയുള്ള ആളുകളാണ്. ഈ വെള്ളം മുഴുവനും പൊട്ടി ഒലിച്ച് വന്നു കഴിഞ്ഞാൽ വെള്ളമായിട്ടും ചെളിയായിട്ടും ഒക്കെ പോയിട്ട് കടലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ വെള്ളം വന്നാൽ മാത്രം 35-50 ലക്ഷം പേര് മരിച്ചു പോകാൻ ഡയറക്ട്ലി സാധ്യതയുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഇനി എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൈമലർത്തുകയാണ്. ഉറപ്പായിട്ടും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയക്കാരുടെ നിലപാട് അതുപോലെ തന്നെയായിരുന്നു. എന്ത് ദുരന്തമാണെങ്കിലും എന്ത് മോശം കാര്യമാണെങ്കിലും ഒരിക്കലും സംഭവിക്കില്ല എന്ന് അവകാശപ്പെടുക, എന്നിട്ട് സംഭവിച്ചു കഴിയുമ്പോൾ അത് വളരെ ഖേദം പ്രകടിപ്പിക്കുക, വളരെ ദുഃഖകരമായ സംഭവമാണ് നടന്നതെന്ന് അവകാശപ്പെടുക. ഇതെല്ലാം നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോ ശ്രീമാൻ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ തന്നെ പുള്ളി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഇത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം പറയും ഞങ്ങൾ പറഞ്ഞതല്ലേ, അതെ എന്ന് പറയും. കേരള ഗവൺമെന്റ് പറയും എന്താണ് കേന്ദ്രം അത് ശരിയായ രീതിയിൽ പറഞ്ഞില്ല എന്ന് പറയും. അങ്ങനെ രണ്ടുപേരും തട്ടിക്കളിക്കും. തമിഴ്നാടിനോട് ചോദിച്ചാൽ തമിഴ്നാട് പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഡാമൊന്നും വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇന്ന് അവരും എല്ലാവരും കൈമലർത്തും. മലയാളികൾക്ക് മാത്രമാണ് നഷ്ടം. ഇത് ചോദ്യം ചെയ്യാൻ പോലും ആൾക്കാർ ഇവിടെ കാണില്ല എന്നുള്ളതാണ്. എല്ലാവരും വെള്ളത്തിനടിയിലും അല്ലെങ്കിൽ ചെളിയുടെ അടിയിലായി പോകും. അതെ, ഒന്നും ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിയാലേ നടക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ അഡ്വക്കേറ്റ് റസൽ ജോയെ പോലുള്ള ആളുകളെ ഭയപ്പെടുത്തിയാണെങ്കിൽ പോലും ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നത്. രാഷ്ട്രീയക്കാരെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് 60 വർഷത്തെ പഠനത്തിലൂടെയും ചർച്ചകളിലൂടെയും അവർ തെളിയിച്ചു കഴിഞ്ഞു. അതെ, ഇതിൽ പിണറായി സർക്കാർ, പിണറായി വിജയൻ പ്രതിപക്ഷമായിരുന്നപ്പോൾ ഇതിനെതിരെ പ്രതിഷേധിച്ച എല്ലാ നമ്മള് എന്താ പറയാ കാണുന്ന സ്ഥിരമായിട്ടുള്ള ഒരു ക്ലീഷ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭരണമില്ലാത്ത സമയത്ത് എല്ലാ മോശം കാര്യങ്ങൾക്കെതിരെയും വലിയ ഘോരഘോരമായിട്ട് പ്രസംഗിക്കുക, വലിയ റാലികളോ അല്ലെങ്കിൽ എന്താണ് പറയാ മനുഷ്യ ചങ്ങലകളോ ഒക്കെ തീർക്കുക. എന്നിട്ട് ഭരണം കിട്ടിയ ഉടനെ തന്നെ അയ്യോ അങ്ങനെ ഒരു കാര്യത്തിന് ഇവിടെ സാധ്യതയേ ഇല്ല എന്ന് സംസാരിക്കുക. ഇതൊരു സ്ഥിരം ക്ലീഷ പൊളിറ്റിക്കൽ പരിപാടിയാണ്. അതെ, അപ്പൊ നമ്മളെ കൺസേൺ ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് 5 കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 129 വർഷം, ശ്രദ്ധിക്കുക, 50 വർഷം കാലാവധി പറഞ്ഞിട്ടുള്ള ഡാമിന് 129 വർഷത്തിലധികം കാലപ്പഴക്കം ഇപ്പോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ഡാം ഒരിക്കലും 50 വർഷത്തിൽ കൂടുതൽ നിലനിൽക്കില്ല എന്ന് അത് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ പറയുന്നതാണ്. അത് നമുക്ക് കാലാകാലത്തോളം സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരിക്കലും കഴിയില്ല. വേണ്ടത്ര മുൻകരുതൽ എടുത്താൽ പോലും നമുക്ക് ഒരിക്കലും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ കഴിയില്ല ഈ മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ.
പിന്നെ ഉള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണ്. സുർക്കി മിശ്രിതമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതും 19-ാം സിമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ഒരു കാര്യമാണ് ഈ സുർക്കി എന്ന് പറയുന്നത്. സിമെന്റിന്റെ 1/6 മാത്രം ബലമുള്ള ഒരു മിശ്രിതമാണ് സുർക്കി എന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോഴത്തെ മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഉണ്ടാക്കിയ ഡാം പോലെ ഒന്നും അല്ലല്ലോ. ഇത്രയും കാലം പോയിട്ട് 40 വർഷം കഴിയുമ്പോഴേക്കും അതിന്റെ അതിജീവനത്തിന്റെ പീരീഡ് കഴിഞ്ഞു, അത് എക്സ്പയറി ആയി. ഓൾറെഡി മിശ്രിതം പലതും ഒഴുകി പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുവരെ ഡാം ഇപ്പോഴും നിലനിൽക്കുന്നത് ഒരു വലിയ അത്ഭുതമാണ് പറയാൻ പറ്റുള്ളൂ. അതെ അതെ, ഒരു ലോകാത്ഭുതം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഈ ഡാം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇനി ഒരിക്കലും തകരില്ല എന്നൊക്കെ വിചാരിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിൽക്കുന്ന ആ ഒരു ഭൂപ്രദേശം. ഇത് വളരെ ഭൂകമ്പം സാധ്യതയേറിയ പ്രദേശമാണ്. അവിടെ ഒരു വലിയ ഭൂകമ്പം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അത് ഇപ്പോൾ ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. അത് ഉണ്ടായാൽ ഉറപ്പായും ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ ഉറപ്പായും ആ ഡാം തകരും. തകർന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും മരിച്ചു പോകും. അതൊരു വലിയ ഭൂകമ്പം പോലും ആകണമെന്നില്ല. ഈ 6 സ്കെയിൽ 6 ഒന്നും വേണ്ട. ഒരു മോഡറേറ്റ് 4 സ്കെയിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടായ പോലും, ചെറിയ ഭൂചലനം ഉണ്ടായ പോലും വൾനറബിൾ ആയതുകൊണ്ട് തന്നെ അത് തകരാൻ അത് ധാരാളം മതി. ഒരു ചെറിയ ഭൂചലനത്തിന് പോലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. അതായത് വളരെയധികം ശിഥിലമാക്കാൻ പറ്റും ഡാമിനെ. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡാം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടും തമിഴ്നാട് സർക്കാർ കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. നമുക്ക് അങ്ങോട്ട് കടക്കാനുള്ള അനുവാദം പോലും ഇല്ലെന്നുള്ളതാണ്. പുറമേ നിന്ന് ഒരാളെ അകത്തേക്ക് കേട്ടത്തില്ല. ഒരു തരത്തിലും ഒരു സുതാര്യതയില്ല എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത്. ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ 1960 തൊട്ട് എത്രയോ കാലം നടക്കുന്നു. പല സർക്കാരുകൾ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു നീക്കുപോക്ക് ഉണ്ടാവുന്നില്ല. എന്തെങ്കിലും മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വലിയ ഡാമുകളിൽ ഏറ്റവും പഴക്കമുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അതുകൂടെ നമ്മൾ ചിന്തിക്കണം. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ ഡാം പൊട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മണ്ടത്തരം മാത്രമാണ്. അതെ, അതിന് നമുക്ക് ഡാമിന്റെ മുകളിലൂടെ വെള്ളം വരുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ, ഓവർഫ്ലോ ചെയ്യുന്ന ഒരു സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ വെള്ളം, അതെ, ആ ഡാം പൊട്ടണമെന്ന് പോലും ഇല്ല, ആ വെള്ളം ഓവർഫ്ലോ ചെയ്ത് താഴെ പതിച്ചു കഴിഞ്ഞാൽ താഴെ കൂടി കിടക്കുന്ന കരിങ്കല്ലുകൾ, അതിന്റെ ഇടയ്ക്ക് ശരിക്കും സുർക്കി മിശ്രിതം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അതെല്ലാം ഒലിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ ആ കരിങ്കല്ലുകൾ എപ്പോൾ വേണമെങ്കിലും ചാടിപ്പോവാം. ആ ചാടിപ്പോയി കഴിഞ്ഞാൽ അടിത്തറ ഇളകും. അടിത്തറ ഇളകിയ മൊത്തം ഇളകും, മൊത്തമായിട്ടും പൊളിഞ്ഞു പോകും. ഇവരൊക്കെ ഞങ്ങളാണ് സാർ. നിങ്ങൾ ഞങ്ങൾ തന്നെ സാർ. എല്ലാരും അടിച്ചു കയറി വാ.